എന്താ നീ കാണിച്ചത്? മാന്യമായിട്ട് ജീവിക്കുന്നവരെ കോളനിക്കാരുടെ മുമ്പിൽ മാനം കെടുത്തി. പോയ കാര്യവും നടന്നില്ല. ആൾക്കാർ പറയുന്നത് ശരിയാ, ചേരിയിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അവരുടെ മനസ്സിലുള്ള അഴുക്കിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു വീട്ടിൽ നീ തീ കോരിയിട്ടു, ആൾക്കാർ നോക്കി നിൽക്കുക. നീ നോക്കിക്കോ, ഒരു ദിവസം ഈ തീ നിന്റെ വീട്ടിലും പടരും, അത് മറ്റുള്ളവരെ നോക്കി ചിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുണ്ട് ഒരു മര്യാദയില്ലാത്ത നാണം കിട്ട സ്ത്രീ. സ്വന്തം മകളല്ലല്ലോ, അതാ മറ്റൊരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത്. മാധവി, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇങ്ങനെ ഒരു നെറികെട്ട കുടുംബത്തിൽ ചെന്ന് പെടാതെ മോള് രക്ഷപ്പെട്ടല്ലോ. ആകാശ് അവൻ ഒന്നാം തരം ഗുണ്ടയാ. എനിക്ക് അവനെ. കോളനിക്കാർ തമാശ കാണാൻ വന്നിരിക്കുന്നു. അതും പോരഞ്ഞ് ഓരോരുത്തർ ഓരോ കഥകൾ ഉണ്ടാക്കും. എല്ലാ ബന്ധുക്കളുടെയും ഫോൺ വരും, ഈ ആലോചന എന്താ മുടക്കിയതെന്നും ചോദിച്ച്. ആൾക്കാർക്ക് രസമല്ലേ മുറിവിൽ ഉപ്പ് പരട്ടാൻ. നമ്മൾ ഈ DNA ടെസ്റ്റ് ഉറപ്പായിട്ട് നടത്തും. നീ എന്താ ഈ പറയുന്നേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അവര് നിന്റെ അനിയത്തെ പഴിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞെന്നറിയോ നിനക്ക്? എന്നിട്ട് നീ അവര് പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കണോ? രച്ചുവിനെ വീണ്ടും അപമാനിക്കണോടോ അവർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയല്ല ഈ DNA ടെസ്റ്റ് നടത്തുന്നത്, എനിക്ക് വേണ്ടിയാ. എനിക്ക് തെളിവ് വേണം. തെളിവുകൾ നിർത്തി ഞാൻ ഇതിന് മറുപടി നൽകും. ആരെയും വെറുതെ വിടില്ല. രച്ചു അവനെ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. പക്ഷെ എന്റെ അനിയത്തെ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. കല്യാണത്തിന്റെ കാര്യമൊക്കെ ഇനി മറന്നേക്ക്. മനസ്സിലാക്കിക്കലും മറന്നേക്ക്. അവരെന്റെ അനിയത്തെ അപമാനിച്ചു, എന്റെ വീടിന്റെ അന്തസ് കളഞ്ഞു കുളിച്ചു. ഇനി ഞാൻ അവരുടെ അന്തസ് ഇല്ലാതാക്കും. തെളിവ് വേണമെങ്കിൽ തെളിവ് നൽകും, മുഖത്തടിച്ച് മറുപടി നൽകും. രച്ചുവിന് നൽകിയ വേദനയുടെ 100 മടങ്ങ് വേദന ഞാൻ അവർക്ക് നൽകും. അവരുടെ വലിയ വണ്ടി കയറാത്ത ഈ കോളനിയിലെ ഓരോ കല്ലുകൊണ്ടും അവരുടെ കൊട്ടാരത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും. എവിടെ പോയി ആ ഫയല്? എവിടെ ആ ഫയല്? ഇറങ്ങി ഓടിയോ? 4 മണിക്കൂറായിട്ട് നോക്കാം. സർ, എല്ലാ ഫയലും ബുൾബുളാണ് അറേഞ്ച് ചെയ്തത് സർ. ഫോൺ ചെയ്ത് ചോദിക്കാം അവരോട്. ആ പെണ്ണ് കാരണം എന്റെ ഓഫീസ് മൊത്തം അലങ്കോലമായി. ഒരു സെക്കൻഡ്. എത്ര തവണ ഫോൺ വിളിക്കുന്നു? ലൂസി ആൻഡ് ലൂസിയുടെ ഫയൽ കിട്ടിയില്ല പ്രണവ് സാറിന്. സാറെന്ന് വിളിക്കരുത് അയാളെ. അയാളൊരു വേസ്റ്റ് ആണ്, ഒന്നാന്തര വേസ്റ്റ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സർ. പറയ, എന്താ പറഞ്ഞേന്നാ? അതെനിക്ക് പറയാൻ പറ്റില്ല സർ. സത്യം പറഞ്ഞ വേസ്റ്റ് ബോക്സ് എത്ര അഴുകിയതാണോ അതിലും അഴുകിയത് നിന്റെ ബോസ്. അയാൾ എന്നെ കളിയാക്കി, എന്നെ. സ്പീക്കർ ഓൺ ചെയ്യാം സർ. സ്പീക്കർ ഓൺ ചെയ്യടോ. മിസ്റ്റർ പ്രണവ് ഖന്നയോട് ചെന്ന് പറഞ്ഞേക്ക് അയാളുടെ തലയ്ക്കകത്ത് ചാണകമാണെന്ന്. അയാളെക്കാൾ നെറികെട്ടവനും അയാളെക്കാൾ തെമ്മാടിയും അയാളെക്കാൾ വൃത്തികെട്ടവനുമായ ഒരാളെ ടോർച്ചടിച്ച് നോക്കിയ പോലും കിട്ടില്ല. നിന്റെ ബോസ് ഒരു കരിമ്പൂച്ച. ആരയാളെ കണ്ട് ഇറങ്ങി തിരിച്ചാലും അയാളുടെ കാര്യം പോക്കാം. ഞാൻ അയാളെ ആദ്യമായി കണ്ടപ്പോ തന്നെ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു എത്ര മര്യാദ ഇല്ലാത്ത ആളാ അയാളെന്ന്. ഒരു പെണ്ണിനെ ചീത്ത വിളിക്കായിരുന്നു. ഏത് പൊട്ട നക്ഷത്രം പൊലിഞ്ഞു വീണ നേരത്താണോ ഞാൻ ഇയാളുടെ മുഖം കണ്ടത്. താങ്ക് ഗോഡ്, ഏതായാലും ഞാൻ ഓഫീസിൽ നിന്ന് പോന്നല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ നീയും ആ ജോലി വിട്ടേക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിന്റെ തെമ്മാടി ബോസിന് ചീത്ത പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഇനി വേഗം ഫോൺ വെക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചീത്ത വിളിക്കും. അവസാനം പറഞ്ഞില്ലെന്ന് പറയരുത്, മനസ്സിലായോ? ഒരു കാര്യം പറയാമോ? എന്താ, ഞാൻ ശരിയായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഓഫീസ് ഫയൽ എവിടെ പോയെന്നറിയാൻ. സർ, ഞങ്ങൾ ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ കാരണം കമ്പനി ചെറുതാണെങ്കിലും ബോസിൻ്റെ മനസ്സ് വലുതായിരിക്കും. അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടും. ഓഫീസിൽ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ബുൾബുളിനെ നന്നായി അറിയാം. സാറ് കരുതുന്നത് പോലുള്ള ഒരു കുട്ടിയല്ല ബുൾബുൾ. സർ, ഐ ആം വെരി സോറി. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ ജോലി കളയരുത്. ഇല്ല മോഹൻ സാർ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? പ്രണവ്,
നിനക്ക് ബുൾബുളിനോടല്ല നിന്നോട് തന്നെയാ ദേഷ്യം. സ്വയം ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേഷ്യം പിടിപ്പിക്കുന്നത് അവളാ. ഓരോ കാര്യത്തിലും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സ് പറയുന്നത് ആ പെണ്ണോട്ട് ശരിയല്ലെന്നാ. ആ പെൺകുട്ടി നല്ല കുട്ടിയാ, അത് നിനക്കും വളരെ നന്നായിട്ടറിയാം. പക്ഷേ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാ സ്വയം ദേഷ്യം തോന്നുന്നത്. അവൾ നിന്റെ മുന്നിൽ വരുമ്പോ നീ ആളാകെ മാറും. ചിലപ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ അറിയാതെ പുഞ്ചിരിക്കും. അവൾ നിന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവളെ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു. നിന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാനായിട്ടില്ല. ഷീസ് ഡിഫറെന്റ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനെ തന്നിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല. ഗെറ്റ് ഹർ ബാക്ക്, പ്ലീസ് ഗെറ്റ് ഹർ ബാക്ക്. അയ്യോ അച്ഛമ്മേ, വീണ്ടും ആ മണമുള്ള എണ്ണ തേക്കുകയാണോ? മിണ്ടാതിരി അവിടെ. എന്തൊക്കെയാ തലയിൽ വാരി തേക്കുന്നത്? ഹെയർ സ്പ്രേ, ജെൽ, കണ്ടീഷണർ. എണ്ണ തേച്ചില്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും. അച്ഛമ്മയുടെ ഈ എണ്ണയുടെ സ്മെല്ല് അടിച്ചാൽ തന്നെ മുടി കൊഴിഞ്ഞു പോവും. ദാ നോക്ക്. മിണ്ടാതിരിക്കെ. ഒന്നാന്തരം പച്ചമരുന്നിട്ട് കാച്ചിയ എണ്ണയായത്. നിന്റെ ആ പുതിയ ആഡിലുള്ള പ്രോഡക്റ്റ് പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല. ആ അച്ഛമ്മ ഇങ്ങനെ തന്നെ മസാജ് ചെയ്തോണ്ടിരുന്നാലേ ഞാനിതാ ഇപ്പൊ ഉറങ്ങിപ്പോവും. നല്ലതല്ലേ? ഉറങ്ങിയോ? അച്ഛമ്മ ഉറങ്ങാനൊക്കെ ഇപ്പൊ ആർക്കാ സമയമുള്ളത്? ദിവസം മുഴുവൻ ഈവന്റ്സ്, റിബൺ കട്ടിങ്സ്, ആഡ് ഷൂട്ട്സ്, വൈകിട്ടാണെങ്കിലോ കൺസേർട്സ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് വേഗം ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്ക്. പക്ഷേ നീ എന്റെ വാക്ക് കേൾക്കുകയില്ലല്ലോ. എന്റെ അച്ഛമ്മ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാരേജ് ബ്യൂറോയിൽ ജോലി നോക്കാമായിരുന്നില്ലേ? ആരെ വേണമെങ്കിലും കല്യാണത്തിന് കൺവിൻസ് ചെയ്യാൻ മിടിക്കുകയല്ലേ? സീരിയസ്ലി നീ ഒഴികെ. ഒരു വശത്ത് നീ കല്യാണം ഒരു പ്രോബ്ലം ആണെന്ന് കരുതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നു. മറുവശത്ത് ആകാശ് കല്യാണം എത്തിയപ്പോഴേക്കും വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കുന്നു. ആകാശ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി. ശരിക്കും ആ കുട്ടി ആകാശിന്റേതാണെങ്കിൽ അവനെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കില്ല. അച്ഛമ്മ വിഷമിക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്നതേ നടക്കൂ. ഐ പ്രോമിസ്. ഇപ്പോ നന്നായിട്ട് എണ്ണ തേക്കുമ്പോ നിനക്ക് നല്ല ഉറക്കം വരുന്നില്ലേ? അതെന്റെ മടിയിൽ നിനക്ക് ആശ്വാസം കിട്ടുന്നതുകൊണ്ടാ. നല്ലവനായാലും അല്ലെങ്കിലും ഒരാൾക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നത് സ്വന്തമെന്ന് തോന്നുന്ന ഒരാൾ എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നുമ്പോഴാ. നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ഒരുപാട് സമയമായി, ഉറങ്ങിക്കോ. എന്ത് പ്രയാസത്തിലും നിങ്ങൾ എൻ്റെ ഒപ്പം ശക്തിയായി നിൽക്കാറില്ലേ? അതുപോലെ ഞാനും ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. എന്ത് സംഭവിച്ചാലും ശരി. എന്റെ പ്രണയത്തെ നമ്മുടെ സൗഹൃദത്തിന്റെ ഇടയിലേക്ക് ഞാൻ വലിച്ചഴക്കില്ല. ഞാൻ എന്ന് നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാകും, എന്ന് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകും. ഞാൻ പോട്ടെ. എടാ മോനെ, ഒരു മിനിറ്റ് നിക്ക്. നിങ്ങളോട് എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഞാൻ രജനിയുടെ വീട്ടിൽ പോയിരുന്നു, ആകാശിന്റെ ആലോചനയ്ക്കായിട്ട്. എന്താ? അതെ അമ്മേ, അതല്ലേ നിങ്ങളും ആഗ്രഹിച്ചത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ രജനിക്കുണ്ടല്ലോ, ആകാശിന് മുൻപ് 3-4 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് അവരും സമ്മതിച്ചു തന്നു. രജനിക്ക് ഒരുപാട് ആൺകുട്ടികളുമായി കമ്പനി ഉണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അറിയണമല്ലോ ഈ കുഞ്ഞ് ആകാശിന്റേത് തന്നെ ആണോ അല്ലയോ എന്ന്. അന്ന് ഞാൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു പോയിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ വീട്ടിൽ തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്നതേ നടക്കൂ. നിങ്ങൾ പറയുകയാണ് ആകാശ് രജനയെ കല്യാണം കഴിക്കട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ രജനയെ തന്നെ കല്യാണം കഴിക്കൂ. ഇനി ആ കൊച്ച ആകാശിന്റെ ആണെങ്കിലും അല്ലെങ്കിലും ശരി. ഹലോ, പറയൂ പ്രണവ്. വേണ്ട, അവരോട് പറഞ്ഞേക്കാൻ 40 ലക്ഷത്തിൽ നിന്നും 1 രൂപ പോലും കുറയില്ലെന്ന്. എടാ, അവര് പറഞ്ഞത് 3 ഷോട്ടേ ഉള്ളൂന്നാ. 1 മണിക്കൂറിനുള്ളിൽ കഴിയുമെന്ന്. ആ 1 മണിക്കൂറിലെ പണി 1 വർഷം മുഴുവൻ കാണിക്കില്ലേ? അവരോട് പറയാം 1/2 മണിക്കൂറിൽ 3 ഷോട്ടുകൾ കൊടുക്കും. ദാറ്റ് വിത്തൗട്ട് എ റീടേക്ക്. പക്ഷെ മൊത്തം 40 ലക്ഷം തന്നെ കിട്ടണം, ഫുൾ ആൻഡ് ഫൈനൽ. എന്നാ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അവരോട് പറഞ്ഞേക്ക് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്നാ.
ഗുഡ് നൈറ്റ് മമ്മി ഡാഡ് ലവ് യു. ഗുഡ് നീ നൈറ്റ്. അകത്തേക്ക് വന്നേ. എപ്പോ നോക്കിയാലും ഇതും കുടിച്ചോണ്ട് ഇങ്ങനെ നടന്നാ മതിയല്ലോ നിനക്ക്. ദിസ് ഈസ് പ്രോട്ടീൻ ഷേക്ക് യു നോ. ഇത് കുടിച്ച മസിൽ ഉണ്ടാകും യു നോ. ചേട്ടനെ പോലെ ആകും. ആണോ? ചേട്ടനെ പോലെയോ? ചേട്ടൻ ആ മസിൽ കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? എന്ത് ചെയ്യും? 1 മണിക്കൂർ കൊണ്ട് 40 ലക്ഷം ഉണ്ടാക്കും. ഇതിവിടെ വെക്കും. എപ്പോ നോക്കിയാലും ഇതും കുടിച്ചോണ്ടിരിക്കും. ഡാഡ് എന്താ ഈ ചെയ്യുന്നത് പമ്മി? നിങ്ങൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നേ? 2 കുതിരയെ പോലുള്ള പിള്ളേര്, പക്ഷെ കഴുതയുടെ ബുദ്ധിയാ രണ്ടിനും. മൂത്തവനാണെങ്കിൽ ഒരു ചെറിയ ജോലി പോലും എത്ര പാടുപെട്ടാ ചെയ്യുന്നത്. ഞാൻ കരുതിയത് പ്രണവിന്റെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാ. പക്ഷെ ഇല്ല, അവനെ കൊണ്ട് അതും സാധിച്ചില്ല. പിന്നെ ഇവനോ ഒന്നിനും കൊള്ളാത്തവൻ. വായ നോക്കി നടക്കാൻ മാത്രം അറിയാം. മോം നോട്ട് അഗൈൻ. ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. നീ സുകൃതി ജയസിംഹനെ കല്യാണം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് സുകൃതിയുടെ അച്ഛന്റെ പണം വേണം. ഓ, കാശ് കാശ് കാശെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാശ് കിട്ടിയാലും ചെലവാക്കാനല്ലല്ലോ, കൂട്ടിവെക്കാനല്ലേ. എന്തായാലും എനിക്ക് കാശ് കിട്ടിയാ മതി. കാശിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. നീ എവിടെ പോവാ? ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് അവളെ ഡേറ്റിങ്ങിന് വിളിക്കടാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചോളൂ. പാല് വാങ്ങിയിട്ട് ഇപ്പൊ വരാം. ഈ പാൽക്കാരൻ എന്താ മുടങ്ങാതെ വന്നാല്? ബുൾബുൾ, നീ എന്താ ഇപ്പൊ ഓഫീസിൽ പോവാത്തത്? ലീവ് എടുത്തിരിക്ക? നീ എന്താ കോളേജ് ലീഡായിട്ട് പോവാത്തത്? ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനാണോ? നീ ടോപ്പിക് ഒന്നും മാറ്റണ്ട. എന്നതാ അമ്പലത്തിൽ കയറാം. ബുൾബുൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഓഫീസില്? ഞാൻ ആ ജോലി വിട്ടു. വിട്ടെന്ന് പറഞ്ഞ? വിട്ടതല്ല, ആക്ച്വലി ആ തെമ്മാടി ബോസ് എന്നെ പറഞ്ഞു വിട്ടതാ. എന്തിനാണെന്നറിയാവോ? അയാളെ കരുതി ഞാൻ അയാളുടെ ഓഫീസിൽ ഏതോ സീക്രട്ട് ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചെന്ന്. ബുൾബുൾ, ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് നീ പറയാത്തത് എന്താ? ചേച്ചി എപ്പ പറയാനാ? അതിന് ടൈം എവിടെയായിരുന്നു? പിന്നെ വീട്ടിൽ ഇത്രയധികം പ്രശ്നം നടക്കുകയല്ലേ. പിന്നെ നീ എത്ര ടെൻഷനിലായിരുന്നു. പക്ഷെ പ്രണവിനെ ഞാൻ വെറുതെ വിടില്ല. അവസരം കിട്ടിയ നല്ലൊരു പാഠം പഠിപ്പിക്കും, നോക്കിക്കോ. നീ കാര്യം നേരെ പറ, എന്താ ഉണ്ടായ? ചേച്ചി, ബുൾബുൾ, നിന്റെ ബോസ് നിന്റെ മേൽ മോഷണക്കുറ്റം ആരോപിച്ചിട്ട് മിണ്ടാതിരിക്ക? ഇത് ശരിയല്ല ബുൾബുൾ. ജോലി പോകുന്നെങ്കിൽ പോട്ടെ. ഇത് നിന്റെ അന്തസ്സിന്റെ പ്രശ്നോ അഭിമാനത്തിന്റെ പ്രശ്നോ? ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നീ സുരേഷിനെ നോക്ക്. രചന എത്ര വലിയ പ്രോബ്ലത്തിൽ നിന്നാ രക്ഷിച്ചത്. നിന്റെ അവകാശത്തിന് വേണ്ടി നിനക്ക് നോക്ക്, ചെയ്യാത്ത കുറ്റത്തിന് നീ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ചേച്ചി, യു നോ വാട്ട്, യു ആർ റൈറ്റ്. ആ പ്രണവിനെ പറ്റി എന്താ വിചാരിച്ചത്? അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ സഹിച്ചോണ്ട് നിൽക്കുന്നു. നോ വേ. നീ നോക്കിക്കോ, ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കും അയാൾ എന്നെ കുറ്റപ്പെടുത്തിയത് എത്ര വലിയ തെറ്റായിരുന്നു എന്ന്. അയാളൊരു തെമ്മാടിയാ. ഐ മീൻ ഐ പ്രൂവ് ഹിം. എടാ പ്രണവ്, ഏത് ഷോർട്ട് കട്ടിലൂടെ നീ എന്നെ കൊണ്ടുപോകുന്നത്? ഇവിടെ വഴിക്ക് വരെ മൊത്തം കുഴിയാണല്ലോ. ബ്രോ, ഇതിലെ പോയ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. നീ തന്നെ പറയാ, ട്രാഫിക് സിഗ്നൽ എണ്ണണോ അതോ വഴിയിലെ കുഴികൾ എണ്ണണോ എന്ന്? കുഴികൾ എണ്ണയിൽ മതിയാകും. ടൈം ഈസ് മണി, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി കഴിഞ്ഞു. ചേച്ചി, എടോ തനിക്ക് എന്താ കണ്ണാണ്ടൂടെ? മോളെ ബുൾബുൾ. ചേച്ചി, ഈ പണക്കാരൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? എപ്പൊ നോക്കിയാലും നമ്മുടെ മെക്കെട്ട് കയറാന്നോ? അവിടെ ഒരുത്തി രചനയ്ക്കെതിരെ ഒച്ച വെച്ചിട്ട് പോയി. പ്രണവ് എന്നെ കളിയാക്കി. ഈ കണ്ണ് പൊട്ടൻ നിന്നെ ചെളി തെറിപ്പിച്ചു. ബ്രോ, വിട്ടേക്കാം. ഇത് എങ്ങനെയുള്ള കോളനിയാണോ, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണോ ഒന്നും അറിയില്ല നമുക്ക്. നീ ഒരു സ്റ്റാർ ആണ്. അവർ നിന്നെ പറയൂ. വിട്ടേക്കടാ, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. എടാ പ്രണവ്, ആൾക്കാർ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ. ഇന്ന് ആദ്യമായിട്ട് ഒരാൾ എന്നെ കല്ലെറിഞ്ഞത്. നീ ഒന്ന് സമാധാനപ്പെട. ഞാൻ നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് വെള്ളം കൊണ്ടുവരാം. ഓക്കെ, വെയിറ്റ്. Excuse me.
റോഡിന്റെ നടുക്കൂടി നടക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? കണ്ടില്ലേ എത്ര ഗട്ടറുകളാ വഴിയിൽ, സൈഡിൽ കൂടി നടക്കാൻ വയ്യല്ലേ? നോക്കൂ, ഇത് എന്റെ തെറ്റുകൊണ്ടല്ല, നിങ്ങളുടെ തെറ്റുകാരനാ എന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. തെറ്റ് എന്റെ ആണെന്നോ? ഈ ഗട്ടർ ഞാനാണോ കുഴിച്ചത്? ഇതിൽ ചെളി നിറച്ചത് ഞാനാണോ? തെറ്റ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ വണ്ടിക്ക് നേരെ കല്ലെറിയാൻ? അഭി കരുതിയത് കല്ലെറിഞ്ഞത് ആ പെണ്ണാണെന്ന, പക്ഷെ എനിക്ക് ഉറപ്പാ കല്ലെറിഞ്ഞത് ബുൾബുൾ തന്നെയാവുമെന്ന്. ഓ ഗോഡ്, ഈ പെണ്ണിനെ എന്തിനാ നീ ഇത്ര അഹങ്കാരിയാക്കിയത്? ഞാൻ ആരെയും കല്ലെറിഞ്ഞിട്ടൊന്നുമില്ല. ഷെടാ, കല്ലെറിഞ്ഞെന്ന് പോരാ, എന്നിട്ട് കള്ളം പറയുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു വലിയ വണ്ടിയില്ലല്ലോ, അതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ വണ്ടിയിൽ തീർക്കാൻ നോക്കിയതല്ലേ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു കാണും. ലോട്ടറി അടിച്ചത് നിങ്ങൾ കരുതുകയും ചെയ്തു അല്ലേ? നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നല്ലോ, ഇനി എന്താ ചെയ്യാനുള്ളത്? ഞാൻ എന്ത് ചെയ്യാനാ? അബി എങ്ങനെ റിയാക്ട് ചെയ്യാനാ? അബി അറിയാം അബി, ഞാൻ അബിയാണ്. അറിയാം അബിയാണെന്ന്. ഓ ഗോഡ്, മൈ ഗോഡ്, ആർ യു സീരിയസ്? നീ അബിയുടെ ഫാൻ അല്ലാത്ത 1% ആളുകളിൽ ഒന്നല്ലേ? ചെറുപ്പത്തിൽ തന്നെ വയസ്സാകുന്നവരിൽ ഒരാൾ അബിയുടെ പാട്ട് കേൾക്കാത്തതുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ, അതാ നിങ്ങൾക്ക് എന്റെ വണ്ടിക്ക് നേരെ കല്ലെറിയാൻ ധൈര്യമുണ്ടായത്. എന്റെ വണ്ടിയിലൊന്ന് കിസ് ചെയ്യാൻ പെൺകുട്ടികൾ ക്യൂ നിൽക്കും. എന്റെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി പെൺകുട്ടികൾ എന്റെ വണ്ടിക്ക് പിറകെ ഓടും. ഐ ആം ദ ബിഗ്ഗസ്റ്റ് റോക്ക് സ്റ്റാർ ഇൻ ദ കൺട്രി. ഞാൻ ഷൂട്ടിൽ ലേറ്റായി, അതിനു പുറമെ എന്റെ ജോലിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഞാൻ നിന്നെ പാതാളത്തിൽ നിന്നായാലും തപ്പിയെടുക്കും, എന്നിട്ട് നല്ലൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ എത്ര രൂപയുടെ കോൺട്രാക്ട് ആണെന്ന്? 40 ലക്ഷം രൂപയുടെ. ഒരു മണിക്കൂറിന് 40 ലക്ഷം രൂപയുടെ. 40 ലക്ഷം രൂപ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി കാണുകയുമില്ല. നിങ്ങൾ എന്റെ 10 മിനിറ്റാണ് പാഴാക്കിയത്. എന്റെ 10 മിനിറ്റിന്റെ വില എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? 4 ലക്ഷം രൂപ. എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തു നീ എന്നെ. ഇനി സെറ്റിലെത്തി കഴിഞ്ഞാലും 15 മിനിറ്റെങ്കിലും എടുക്കും കാം ഡൗൺ ആവാൻ. ആ 15 മിനിറ്റിന് 6 ലക്ഷം രൂപയാ. ഞാനിപ്പോ വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ ആ ഞാൻ നിങ്ങളോട് വണ്ടി നിർത്താൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ചെളി തെറിച്ച് നിങ്ങളുടെ വണ്ടിന്നാ, അതും എന്റെ മുഖത്ത്. ഞാനല്ല നിങ്ങളുടെ വണ്ടിയിലേക്ക് കല്ലെറിഞ്ഞത്. നിങ്ങൾ വണ്ടി നിർത്തിയപ്പോ ഞാൻ കരുതി നിങ്ങൾ എന്നോട് മാപ്പ് പറയാൻ വന്നതാണ്. മാപ്പ് പറയാനോ? റോഡിന്റെ നടുക്കുകൂടി നടന്നത് നിങ്ങളാണ്, എന്നിട്ട് ഞാൻ മാപ്പ് പറയണോ? ഞങ്ങളെ പോലുള്ളവർ റോഡിൽ ശ്രദ്ധിച്ച് തന്നെ നടക്കാറ്. മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എല്ലായിടത്തും നോക്കും. ശ്രദ്ധയില്ലാത്ത നിങ്ങളെ പോലുള്ളവർക്കാ. എന്നെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ റോഡിലിറങ്ങിയാൽ നിങ്ങളെ പോലുള്ളവരുടെ വലിയ വണ്ടികൾ കാരണം റോഡിന്റെ അരികെ ചേർന്ന് അമർന്ന് നടക്കേണ്ടി വരും. എന്നാൽ എപ്പോഴെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളെ പോലുള്ളവർ എന്താ ചെയ്യാറ്? വണ്ടി കയറിയിരുന്ന് ഹൈ മ്യൂസിക്, ഹൈ സ്പീഡ്, AC, റോഡിലേക്ക് ശ്രദ്ധിക്കാറേയില്ല. ഇത്രയും ചെറിയ വഴിയിലേക്ക് നിങ്ങളുടെ ഇത്രയും വലിയ കാറും കൊണ്ട് വരുന്നത് എന്തിനാ? അതും എത്ര സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്? കാരണം നിങ്ങളുടെ ഒരു മണിക്കൂറിന്റെ വില 40 ലക്ഷമാണല്ലോ. എന്റെ ഒരു മണിക്കൂറിന്റെ വില ഞാൻ പറയട്ടെ. ഞാൻ പാല് വാങ്ങാൻ പോവുമായിരുന്നു. എന്റെ അമ്മ വീട്ടിൽ ചായക്ക് വെള്ളം വെച്ചിരിക്കുക. ഇപ്പൊ വെള്ളം തിളച്ചു കാണും. മുട്ടക്കറി അപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായി. അതിപ്പോ തണുത്ത് കാണും, വീണ്ടും ചൂടാക്കേണ്ടി വരും. ഇനി ഞാൻ വീട്ടിലെത്താൻ താമസിച്ചാൽ എന്റെ അമ്മയ്ക്ക് ടെൻഷൻ ആവും. 100 കണക്കിന് ആവശ്യമില്ലാത്ത ചിന്തകളും ഉണ്ട്. അമ്മയുടെ BP ഹൈ ആവും. എന്റെ അമ്മയ്ക്ക് 5 പോയിന്റ് പോലും BP ഉയർന്നാൽ നിങ്ങളുടെ 5 കോടി രൂപയ്ക്ക് പോലും അത് ഭേദമാക്കാൻ കഴിയില്ല. പിന്നെ എന്റെ ഈ ഡ്രസ്സ്, ഇത് എന്റെ അമ്മ എന്റെ ബർത്ത്ഡേക്ക് തന്നതാ. എനിക്കിത് അമൂല്യോ? ഈ ഡ്രസ്സിന് നിങ്ങൾ ഇന്ന് ഇങ്ങനെ ആക്കിയത്. ഇന്ന് ഞാൻ കോളേജിൽ പോകാൻ ലേറ്റ് ആവും. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് 2-3 മിനിറ്റ് കുട്ടികളുമായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന സമയം കൂടി എനിക്ക് നഷ്ടമായി. ഇന്ന് അവരുടെ മുഖത്തെ ബോറടി കൂടി ഞാൻ കാണണം. ആ പുഞ്ചിരി ഒരു കാൽക്കുലേറ്ററിലും കാൽക്കുലേറ്റ് ചെയ്യാനാവില്ല. നിങ്ങളുടെ സമയത്തിന്റെ വില കാശായിരിക്കും. പക്ഷെ ഞങ്ങളുടെ സമയത്തിന്റെ വില ആളുകളുടെ സമാധാനവും സന്തോഷവുമാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മര്യാദയില്ല. നിങ്ങൾ 40 ലക്ഷം കണ്ടിട്ടുണ്ടാവും, പക്ഷെ ബന്ധങ്ങളുടെ വില അറിയില്ല. നിങ്ങൾ ടീച്ചറല്ലേ? അതാ എനിക്കിത്ര ലെക്ചർ തന്നത്. താങ്ക് ഗോഡ് എന്റെ ഒരു മണിക്കൂറിന്റെ വില 40 ലക്ഷമായത്. പകരം ഒരാളുടെ സമാധാനമോ 5 രൂപയുടെ ചായയോ BPയോ ആകാതിരുന്നത്. നിങ്ങൾ എന്റെ 40 ലക്ഷത്തിനെ ചായപ്പൊടിയോടും അമ്മയുടെ BPയോടും കമ്പയർ ചെയ്യുകയാണോ? നിങ്ങൾ ഇവിടുന്ന് പോയി തരുമോ? ഇല്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ആകാശത്ത് പറക്കാൻ ഒരുപാട് പഠിച്ചല്ലേ, ഇനി ഭൂമി നടക്കാൻ പഠിക്കാം. ഒന്ന് വീണു പോയാൽ ഭൂമിയെ താങ്ങാൻ കാണും. കഴിഞ്ഞോ? ഇതാ എന്റെ ഹാൻഡ് കർച്ചീഫ്. ഇതുകൊണ്ട് മുഖം തുടച്ചോ. നിങ്ങൾ എന്റെ ഫാനല്ലല്ലോ, അതുകൊണ്ട് ഇതിന്റെ വിലയും ഊഹിക്കാനാവില്ല. എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മുട്ടക്കറി. നിങ്ങൾ എന്റെ 40 ലക്ഷവുമായി കമ്പയർ ചെയ്യാൻ നോക്കിയ സാധനം. പിന്നെ നല്ല രസമുണ്ട്.
നീ അവളെ കണ്ടില്ലേ? നീ അവളെ കണ്ടോ? ആ കണ്ടു. ഒരു ഡൂക്കുളി കോളേജ് ടീച്ചർ. നീ ആരുടെ കാര്യമാണ് പറയുന്നേ? നീ പിന്നെ ആരുടെ കാര്യമാണ് പറഞ്ഞത്? വിട്ടേക്കടാ. അവൾ എനിക്കൊരു വലിയ ലെക്ചർ തന്നു. എന്നോട് പറയുന്നു ഒരാളുടെ സമയത്തിന്റെ വില കാശ് വെച്ചല്ല ഫീലിംഗ്സ് കൊണ്ട് അളക്കേണ്ടതെന്ന്. ഏതോ സീരിയലിന്റെ ഡയലോഗ് കേട്ട പോലെ തോന്നിയത്. എടാ, എന്റെ 40 ലക്ഷം രൂപയെ മുട്ടക്കറിയുമായിട്ട് കമ്പയർ ചെയ്യായിരുന്നു. അൺബിലീവബിൾ. ഞാൻ കല്ലെറിഞ്ഞ വണ്ടി അബിയുടെ വണ്ടിയായിരുന്നു. ആ അതെ, അയാൾ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയോ? അയാളുടെ സമയം നമ്മുടെ സമയത്തെക്കാൾ വില പിടിച്ചതാന്ന്. ഇങ്ങനെയുള്ളവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടേ? അയാളെ ഞാൻ അയാളുടെ പ്രണയത്തെ കുറിച്ച് പറയാൻ നോക്കുമ്പോ നീ അയാളെ ജയിലിൽ അടയ്ക്കുന്ന കാര്യം പറയുന്നു. നീ സുരേഷിനൊപ്പം നടന്ന് അയാളെ പോലെ ബോറായി. ഈ അബിയെ പോലുള്ളവരെ നിന്ന് മാറി നടക്കാൻ നല്ലത്. ഒരു ഫാൻ വന്നേക്കുന്നു, ഇവനെ പോലുള്ളവരെ തലേ കെട്ടി വച്ചേക്കുന്ന. എന്റെ മുഖത്ത് ചെളി തെറിപ്പിച്ച് പോയിട്ട് സോറി പോലും പറയാതെ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നു. നിനക്ക് അയാളെ കാണാനല്ലേ ആഗ്രഹം? എനിക്ക് അയാളെ പോലുള്ളവരുടെ മുഖം ജീവിതത്തിൽ കാണരുതെന്നാ. എടാ, അന്നൊരു പെണ്ണ് മാളിൽ കയറി വന്നു. ഇന്ന് ഈ പെണ്ണ് കോളനിയിലും. ഐ ഹോപ്പ് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ എന്റെ വഴിയിൽ ഇനി വരല്ലേ എന്ന്.